ടെംപ്റ്റിംഗ് റെസിപ്പീസ് ആൻഡ് ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മളൊക്കെ പച്ചക്കറി വെക്കുമ്പം ഏറ്റവും ലാസ്റ്റ് ആവുന്നത് ഈ അമരക്കയാണ് കേട്ടോ. അത് നല്ല അടിപൊളി ടേസ്റ്റിൽ വെക്കാം. ഇങ്ങനെ വെച്ചാൽ എല്ലാവരും കഴിക്കുകയും ചെയ്യും. വീഡിയോ ഫുള്ള് കാണണം, സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണേ. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. താമസിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ പോവാം. ഇപ്പോൾ ഞാൻ ഇത്രയും അമരക്ക എടുത്തിട്ടുണ്ട്. അതിൻ്റെ നമ്മുടെ സൈഡിലൊരു കട്ടിയുള്ള ഭാഗമല്ലേ, അതൊക്കെ ഒന്ന് ചെത്തിക്കളയണേ. എന്നിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെക്കണം. പിന്നെ ഇതിന് ചുവന്നുള്ളിയാണ് വേണ്ടത്. അപ്പം അതും ഞാനെടുത്ത് കഴുകി വൃത്തിയാക്കി തൊലിയൊക്കെ പൊളിച്ചിട്ട് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് രണ്ടും കൂടി ഒന്ന് വേവിച്ചെടുക്കണേ. കുറച്ച് വെള്ളം എടുത്തിട്ട്, അമരക്കയ്ക്ക് ഇച്ചിരി വേവ് കൂടുതലാണേ, അതുകൊണ്ട് തന്നെ ഇച്ചിരി കൂടുതൽ വെള്ളം എടുത്തണം. അപ്പം അമരക്കയും ആ ചുവന്നുള്ളിയൊക്കെ നമ്മളിതേ ഈ വെള്ളത്തിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുവാണ്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണൊക്കെ മതി കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കിയതിന് ശേഷം അടച്ച് വെച്ച് കൊടുക്കണേ. ഒരു ഇച്ചിരി സ്ഥലം ഇട്ടേക്കണം കേട്ടോ. അപ്പം ഇതിൻ്റെ അരപ്പ് റെഡിയാക്കി എടുക്കാം. 1 ടീസ്പൂൺ ജീരകവും 5-6 ചുവന്നുള്ളിയും പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും മൂപ്പിച്ച് വെച്ചിട്ടുണ്ട്, അതും പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു നിറത്തിന് വേണ്ടിയിട്ട്. പിന്നെ ഇച്ചിരി തേങ്ങയും കൂടി വേണേ. ഉണക്ക തേങ്ങ എടുക്കരുതേ. ഇനി ഇച്ചിരി ഒന്ന് ചതച്ചൊക്കെ വെച്ചിട്ടുണ്ട്. അതും കൂടി നന്നായിട്ട് ഇത് വെന്തതിന് ശേഷം ഇട്ട് കൊടുക്കണം. അപ്പോൾ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. അമരക്കയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ കുറച്ച് തോരപ്പരിപ്പുണ്ടല്ലോ, അത് കുതിർത്ത് വെച്ചിട്ടുണ്ട്. അമരയ്ക്ക ഒരു പകുതി ഭാഗമൊക്കെ വെന്ത് വരുമ്പോഴത്തേക്കാണ് കേട്ടോ പിന്നെ ഈ പരിപ്പിട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ വെച്ചാലുണ്ടല്ലോ അമരയ്ക്ക കഴിക്കാത്തവർ പോലും കഴിച്ചു പോകും. അടിപൊളി ടേസ്റ്റാണ്. പിന്നെ വേണമെന്നുള്ളവർക്ക് ഇച്ചിരിയും ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇതിപ്പം ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. ഇപ്പം അടച്ച് വെച്ച് നന്നായിട്ട് ഇങ്ങനെ വെന്ത് വന്നിട്ടുണ്ട്. നമ്മളിങ്ങനെ ചെയ്യുമ്പം പരിപ്പങ്ങ് വെന്ത് കുഴഞ്ഞു പോകത്തില്ല. പരിപ്പങ്ങ് കുഴഞ്ഞു പോകുമ്പം ഈ ഒരു തോരനും അങ്ങ് കുഴഞ്ഞു പോകും. അല്ലാതെ നന്നായിട്ട് വെന്ത് ഇങ്ങനെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ല ടേസ്റ്റായിരിക്കും. ഇനി നമ്മുടെ അരപ്പ് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തട്ടിപ്പൊത്തിയിട്ട് ഒന്ന് മൂടി അങ്ങ് വെച്ച് കൊടുത്താൽ മതി. ഈ അരപ്പും ഒന്ന് വെന്ത് കിട്ടും. ബാക്കിയുള്ള പരിപ്പോ അമരക്കയോ ഒക്കെ വേവാനുണ്ടെങ്കിൽ അതും കൂടി വെന്ത് കിട്ടേ. അപ്പോൾ ഇത് ഇങ്ങനെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇങ്ങനെയൊക്കെ. അപ്പം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ആ ബെലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് ഏറ്റവും ലാസ്റ്റ് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ചുവന്നുള്ളിയും കൂടെ, ചുവന്നുള്ളി മസ്റ്റാട്ടോ അതിന്, താളിച്ചങ്ങ് കൊടുത്താൽ മതി. ഇനി ഒന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം തട്ടിപ്പൊത്തി ഒന്ന് വെച്ച് കൊടുക്കണേ. നന്നായിട്ടൊന്ന് സെറ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ ഫോണിൻ്റെ ക്യാമറയിലേക്ക് ആവി അടിക്കുന്നുണ്ട്. ഇതിങ്ങനെ അമർന്നിരുന്നാൽ മതി കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ. വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.